ട്രംപിൻ്റെ ഫോൺ കോൾ ലഭിച്ചാലും പലപ്പോഴും ആശങ്കയില്ല, ആശയക്കുഴപ്പത്തിൻ്റെ അങ്ങേയറ്റമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് അല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറൽ ഫീൽഡ് മാർഷൽ അസിം മുനീറാണ് ട്രംപിൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ പങ്കാളി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് ഇപ്പോഴും വിലയുണ്ട് എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, തൻ്റെ ഫ്രണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഒരു കോൾ ലഭിച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. വ്യത്യസ്ത മേഖലകളിൽ ഉഭയകക്ഷി സഹകരണത്താൽ നേടിയ പുരോഗതി തങ്ങൾ ചർച്ച ചെയ്തുവെന്നും എല്ലാ മേഖലകളിലും ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ട്രംപുമായി ഫോണിൽ 40 മിനിറ്റ് ചർച്ച നടത്തിയ ശേഷം മോദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പലരും പ്രതീക്ഷിച്ചത് ഇന്ത്യക്ക് നേട്ടമുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഉടൻ സംഭവിക്കുമെന്നാണ്. പക്ഷേ സംഭവിച്ചത് എന്താണ്? റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് നൽകിയ ഇളവ് അമേരിക്ക പുതുക്കില്ല എന്ന തീരുമാനമാണ് വന്നത്. അപ്പോൾ ട്രംപിൻ്റെ ആ ഫോൺ കോളിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ചിലരുടെയൊക്കെ ഫോൺ കോൾ ലഭിച്ചാൽ ആശങ്കയാണ്. ട്രംപിൻ്റെ ഫോൺ കോൾ ലഭിച്ചാലും പലപ്പോഴും ആശങ്കയില്ല, ആശയക്കുഴപ്പത്തിൻ്റെ അങ്ങേയറ്റമാണ്. നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു പോയി, ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത ചങ്ങാതിയാണ്, ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞു പോയി. ട്രംപ് ആരാമോൻ? ട്രംപും പറഞ്ഞു മോദി എൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. ഇത് പറഞ്ഞതല്ലാതെ പ്രവർത്തനത്തിൽ രണ്ടാം ഊഴത്തിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ്. ഇന്ത്യ പരമാവധി സംയമനം പാലിച്ചതുകൊണ്ടും ട്രംപ് സംസാരിക്കുന്ന പോലെ വിടുവാ സംസാരിക്കാതെ ഇരുന്നതുകൊണ്ടും മാത്രമാണ് വലിയ പരിക്കില്ലാതെ ഇപ്പോൾ നിൽക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ ടേമിൽ ട്രംപ് 2016-20 കാലഘട്ടത്തിൽ അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ അവസ്ഥയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പാർലമെൻറ്റിൽ, അമേരിക്കൻ കോൺഗ്രസിൽ ഈ രൂപത്തിൽ ഉണ്ടായിരുന്നില്ല. ട്രംപിന് ഏകപക്ഷീയമായ ചില കാര്യങ്ങളിൽ, യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനോ ടാരിഫ് വാർ ഇതുപോലെ കൊണ്ടുപോകാനോ ഒന്നും പറ്റുമായിരുന്നില്ല. അന്ന് ട്രംപിന് എല്ലാവരെയും ആവശ്യമുണ്ടായിരുന്നു, ഇന്ത്യ ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യയുമായി അടുത്ത് തന്നെയാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് നമസ്തേ ട്രംപും ഹൗഡി മോഡിയുമൊക്കെ അന്ന് തകർത്താടിയത്. ആ പരിചയം വെച്ചുകൊണ്ട് ഭാരതം ന്യായമായി പ്രതീക്ഷിച്ചു, ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിച്ചു, നരേന്ദ്രമോദി പ്രതീക്ഷിച്ചു, പൊതുവെയുള്ള വിദേശകാര്യ നിരീക്ഷകർ പലരും പ്രതീക്ഷിച്ചു, ട്രംപ് വന്നാൽ എല്ലാം ശരിയാകും, ലോക സമാധാന ദൂതൻ ഇതാ വരുന്നു. അപ്പം ട്രംപിനെ കുറിച്ച് മുൻപുണ്ടായിരുന്ന ഒരു ഇമേജ് അല്ല, ആദ്യം ഉണ്ടായിരുന്ന ഇമേജ് അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് അല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറൽ ഫീൽഡ് മാർഷൽ അസിം മുനീറാണ് ട്രംപിൻ്റെ പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ പങ്കാളി. പാകിസ്ഥാൻ പ്രസിഡന്റ് അല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അല്ല, പാകിസ്ഥാൻ്റെ സേനാ ജനറലുമായിട്ടാണ് ട്രംപിൻ്റെ ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമൊന്നുമല്ല. പാകിസ്ഥാൻ്റെ ജനറലിന് അമേരിക്കൻ പ്രസിഡന്റുമായുള്ള വ്യക്തിപരമായ അടുപ്പം വലിയ ഊഷ്മളമായി തോന്നാം, അത് അദ്ദേഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യൂസ് ആൻഡ് ത്രോ, ഇതാണ് കൾച്ചർ. പാകിസ്ഥാൻ്റെ മിലിറ്ററി ജനറൽ അസിം മുനീറിനെ തൻ്റെ ബ്ലൂ ഐഡ് ബോയ് എവിടെയെങ്കിലും വിന്യസിക്കാം, ഇറാനിൽ പറഞ്ഞു വിടാം, ഇറാൻ നേതൃത്വമായി ചർച്ച ചെയ്യാം, സൗദിയിലേക്ക് പറഞ്ഞു വിടാം, പലയിടത്തേക്കും പറഞ്ഞു വിടാം. വിശ്വസ്തനായ ആളായി കരുതുന്നത് അദ്ദേഹത്തെയാണ്. ഇന്ത്യയുടെ രീതി അങ്ങനെയല്ല. ഇന്ത്യൻ സേന തലവന്മാരുമായി ട്രംപിന് നേരിട്ട് സംസാരിക്കാനാവില്ല. ഇന്ത്യയുടെ ഒരു കമാൻഡർ ഇൻ ചീഫ് ഓഫ് ആം ഫോഴ്സസ് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇപ്പം ഇന്ത്യക്കൊരു സുപ്രീം കമാൻഡർ എന്ന് പറയുമ്പോൾ അത് സിവിലിയൻ കൺട്രോളാണ് ആർമി. അതുകൊണ്ട് അങ്ങനെ ആർമിയെ ഒന്നും മെനൂവർ ചെയ്യാനാവില്ല എന്ന് ട്രംപിനറിയാം. പിന്നെ ഉള്ളതൊരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ആണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് ഇപ്പോഴും വിലയുണ്ട് എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനുമായി അടുത്തിടപെടുന്നു എന്നതുകൊണ്ട് ഇന്ത്യയെ അലോസരപ്പെടുത്തേണ്ടതില്ലല്ലോ. അതുകൊണ്ടൊരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ വിളിച്ച് സോപ്പിട്ട് നിർത്തുക എന്നതിൽ കൂടുതലായ ഒരർത്ഥവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഫോൺ വിളിയിൽ കാണുന്നില്ല. മോദിയുമായി ഉള്ള പരിചയമൊന്ന് പുതുക്കി, ബന്ധമൊന്ന് പുതുക്കി, ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നൊന്ന് അറിയിച്ച്, നിങ്ങളുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് വെറുതെ ഒന്ന് പറഞ്ഞു വെച്ച്, ഏത് രീതിയിലുള്ള താല്പര്യം സംരക്ഷിക്കേണ്ടത്? ഇന്ത്യക്ക് ഏറ്റവും അധികം താല്പര്യം എന്ന് പറയുന്നത് ഊർജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ്. അതിന് ഭാരതത്തിന്
എണ്ണ ആവശ്യമുണ്ട്, ക്രൂഡ് ഓയിൽ ആവശ്യമുണ്ട്. നമ്മുടെ മൊത്തം ക്രൂഡ് ഓയിൽ ആവശ്യത്തിൻ്റെ ഏതാണ്ട് 80 മുതൽ 85% വരെ ഇറക്കുമതിയാണ്. അപ്പോൾ ഗൾഫ് മേഖല ചോക്ഡ് ആകുമ്പോൾ മറ്റിടങ്ങളിൽ നിന്ന് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയണം. അപ്പോൾ റഷ്യൻ ഉപരോധം മാറിയേ പറ്റൂ. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് സോഴ്സ് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാവസായിക പുരോഗതി അവതാളത്തിലാകും, നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുത്തഴിഞ്ഞ മട്ടിലാവും, നാണ്യപ്പെരുപ്പം വളരെയധികം കൂടും, സാധനങ്ങളുടെ ദൗർലഭ്യമുണ്ടാകും, ഒരു റിസേഷണറി ട്രെൻഡിലേക്ക് പോകാം, ആദ്യം ഇൻഫ്ലേഷൻ ഉണ്ടാകും, സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും സംഭവിക്കാം, ഇന്ത്യയിലും സംഭവിക്കാം. അവിടെയാണ് ട്രംപിൻ്റെ ഏറ്റവും വൈകി വന്ന പ്രസ്താവനകൾ. ഈ മോദിയെ വിളിച്ച് സംസാരിച്ചു, അപ്പോൾ പിന്നെ വലിയൊരു ഹൈപ്പ് ഉണ്ടായി, ഇവിടെ എല്ലാം സെറ്റപ്പ് ആകും. അങ്ങനെയല്ലല്ലോ. ഉടനെ പറഞ്ഞു റഷ്യയിൽ നിന്നും തൽക്കാലത്തേക്ക് ഇന്ത്യക്ക് എണ്ണ വാങ്ങാം എന്നായിരുന്നു അമേരിക്ക പറഞ്ഞത്. ഇത് അമേരിക്കയുടെ അനുവാദം വേണം. വീണ്ടും വീണ്ടും നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഹൂ ഈസ് ട്രംപ്? ആരാണ് അദ്ദേഹം? ഇന്ത്യ എവിടുന്ന് എണ്ണ വാങ്ങണമെന്ന് പറയാൻ ട്രംപ് ആരാണ്? ഈ ചോദ്യമല്ല ഇന്ത്യ ചോദിക്കേണ്ടത്. ഈ ചോദ്യം പരസ്യമായി ചോദിച്ചാൽ അതൊരു നയതന്ത്ര രംഗത്ത് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നതുകൊണ്ടായിരിക്കാം ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിലും ഇതുണ്ട്. ഇത് BJP എന്നോ കോൺഗ്രസ് എന്നോ ഇടതുപക്ഷമെന്നോ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഭാരതീയരും ഭാരതത്തിന് താല്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് എവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രംപ് വീണ്ടും പറഞ്ഞു വെച്ചിരിക്കുകയാണ്, താൽക്കാലിക ഇളവാണ് നൽകിയത് 2 രാജ്യങ്ങൾക്ക്. ഇറാന്റെ എണ്ണയും പൊതു ഇടങ്ങളിലുള്ളത്, അതായത് കപ്പലുകളിൽ ഓൾറെഡി ലോകത്തിൻ്റെ വിവിധ തുറമുഖങ്ങളിലുള്ളത് തൽക്കാലത്തേക്ക് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കാം. അതുപോലെ അതൊരു മാസത്തെ സമയം. റഷ്യൻ എണ്ണയും അതുപോലെ 1 മാസത്തേക്ക് എത്തിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ ആ കാലാവധി നീട്ടില്ല. അപ്പം ലോക പോലീസ് എന്നുള്ള നിലയിൽ അമേരിക്ക വീണ്ടും പ്രവർത്തിക്കുകയാണ്. ഇത് വലിയ അലോസരമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുമായി ഒരു വശത്ത് ചർച്ച നടത്തുന്നു, അല്ലെങ്കിൽ സമാധാന സംഭാഷണമൊന്നുമല്ല, ഒരുപക്ഷെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിങ്ങനെ പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ച് ചർച്ച നടത്തുകയാണ്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളോടൊപ്പം നല്ല ബന്ധമല്ല പാകിസ്ഥാൻ എന്നറിയാം, പക്ഷേ ഞങ്ങൾ ഈ കാര്യം നിങ്ങളും പാകിസ്ഥാനും തമ്മിൽ ഒരു തർക്കം ഈ സമയത്ത് ഉണ്ടാവരുത് ഒന്നിനെക്കുറിച്ചും. മാത്രമല്ല ഇപ്പോൾ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് പറഞ്ഞ ഭാരതം ഇത് ഏതെങ്കിലും രീതിയിൽ ഇപ്പം നുഴഞ്ഞുകയറ്റമുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോഴും നുഴഞ്ഞുകയറ്റം നടക്കുന്നു. പാകിസ്ഥാൻ ഏതാണ്ട് 800ഓളം തീവ്രവാദികളെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും രീതിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടന്നാൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങിയാൽ അമേരിക്കയുടെ ഈ പ്രക്രിയ മുഴുവൻ തകിടം മറിയും. അപ്പോൾ മേഖലയിൽ നിന്ന് പുറത്തേക്ക് യുദ്ധം വ്യാപിക്കും. ഇതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിച്ചത്.